കോഴിക്കോട് താമരശ്ശേരിയിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി വരുന്നു. ചുങ്കം കയ്യേലിക്കുന്നിലെ ഖാദറിന്റെ വീട്ടിൽ കയറിയാണ് കുടുംബാംഗങ്ങളെ ആക്രമിച്ചത്. അയൽവാസി ഷെരീഫും മക്കളും ചേർന്ന് ആക്രമിച്ചു എന്നാണ് പരാതി. വിഷുവിന് പടക്കം പൊടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്ന് ഖാദർ പറഞ്ഞു. ആ പ്രതികരണം കേൾക്കാം. ഫുള്ളിങ്ങനെ കത്തിയെടുത്തിട്ട് ഒന്നായിട്ട് വീശിക്കാൻ ഞാൻ വിചാരിച്ച ആർക്കോ വെട്ട് കിട്ടിയെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അപ്പയാണ് പിടിക്കാൻ എന്നിട്ട് ഓൻ ആ പിടിയെടുത്തിട്ട് എൻ്റെ ഇവിടെ കുത്തിയത്. മോന്റെ നടുവിന് ചവിട്ടി മൂപ്പര കൈ പിടിച്ച് ഓടിച്ചാൽ ഇപ്പൊ ഷോൾഡർ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല. മുബാറക്ക് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുബാറക്ക് ഗുഡ് മോർണിംഗ്. എന്താ മുബാറക്ക് സംഭവം? സേതു ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഒരു 8 മണിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇത് താമരശ്ശേരി ചുങ്കം കയ്യേലിക്കുന്നിൽ താമസിക്കുന്ന ഖാദറിൻ്റെ വീട്ടിലായിരുന്നു ഇങ്ങനൊരു ആക്രമണം ഉണ്ടായത്. മുൻവൈരാഗ്യം മൂലം വീട്ടിൽ കയറി ആക്രമിച്ചു എന്നാണ് ഈ നസിയ എന്ന് പറയുന്ന യുവതി പോലീസിന് നൽകിയ പരാതിയിൽ ഉള്ളത്. ഇതിൽ ഈ കല്ലുകൊണ്ടടിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. പിന്നെ ഖാദറിൻ്റെ വീട്ടിലുണ്ടായിരുന്ന വാക്കത്തിയെടുത്ത് വീശുകയും ചെയ്തെന്നടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ പറയുന്നുണ്ട്. നിലവിൽ ഈ പരിക്കേറ്റ ഖാദറും അതുപോലെ തന്നെ അവരുടെ മകളായിട്ടുള്ള ഈ നസിയയുടെ മകനായ 14-കാരൻ ദിനാനയും ഇന്നലെ അവർ താമരശ്ശേരിയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവർക്ക് ശരീരത്തിൽ ചെറിയ തലയിലടക്കം മുറിവുകളും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് കാരണം എന്തെന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഷെരീഫ്, അതായത് അയൽവാസിയും സമീപവാസിയും കൂടിയായിട്ടുള്ള ഈ ഷെരീഫ് എന്നയാളുടെ വീട്ടിൽ, അതായത് അവരുടെ മൂത്ത മകൻ ഡാനിഷിൻ്റെ ഭാര്യയെ ആക്രമിക്കുന്നത് ഈ നസിയെ കാണുകയും ഈ നസിയെ പോലീസിൽ പരാതിപ്പെടുകയും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ഈ ഷെരീഫിൻ്റെ വീട്ടിലെ ഈ 2 മക്കൾക്കും ഷെരീഫിനും അടക്കം എതിരെ പോലീസ് പരാതി എടുക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു വൈരാഗ്യമാണ് ഇത്തരത്തിൽ കലാശിച്ചത് എന്നാണ് നസിയ പറയുന്നത്. ഇന്നലെ രാത്രി വിഷുവോടനുബന്ധിച്ച് ഈ ഖാദറിൻ്റെ വീട്ടിൽ അവിടുത്തെ കുട്ടികളും നസിയയും അടക്കം എല്ലാവരും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു രാത്രി ഒരു 8:30-ഓടെ. ഈ സമയത്ത് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനെന്ന വ്യാജേന ഈ ഖാദർ എന്ന് പറയുന്ന ആൾ അവരുടെ വീടിന് മുൻപിലൂടെ 2-3 വട്ടം മനഃപൂർവ്വം വാഹനം ഓടിച്ച് പോകുന്നത് നമുക്ക് അതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നിലവിൽ ഈ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ പടക്കം ഈ ഷെരീഫിൻ്റെ മേത്തേക്ക് തെറിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ മനഃപൂർവ്വം അവിടെ ഒരു വാക്കുതർക്കമുണ്ടാക്കുന്നു. അതിനുശേഷം വീട്ടിലെത്തി അവരുടെ 2 മക്കളെയും അതുപോലെ സുഹൃത്തുക്കളെയും കൂട്ടി ഖാദറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ ഒരു സംഘർഷം ഉണ്ടാകുകയാണ് ചെയ്തത്. നിലവിൽ ഇരു കൂട്ടരും ആശുപത്രിയിൽ ഇന്നലെ രാത്രി തന്നെ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇരുവരെയും ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വെറുതെ പോയി വള്ളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, അടിയായി, പ്രശ്നമായി, കേസുമായി. അപ്പം